ഹായ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കണ്ടൻറ് വീഡിയോ ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 6 മന്ത്സ് ബിഫോർ എൻ്റെ ഫേസ് ഇങ്ങനെ അല്ലായിരുന്നു. ലോട്ട്സ് ഓഫ് പിമ്പിൾസ്. ആ പിമ്പിൾസ് കഴിഞ്ഞ് കുറേ മാർക്സ് ഉണ്ടാവുമല്ലോ, കുറേ പാടുകൾ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം. എനിക്കറിഞ്ഞൂടെ വീഡിയോയിൽ എന്തുമാത്രം കാണുന്നുണ്ട്, എന്നാലും ഐ തിങ്ക് ഇതൊക്കെ കണ്ടോ, നിറയെ അങ്ങനെ ഇങ്ങനെ പുറ്റു വന്ന് പിടിച്ചിരിക്കുന്ന പോലെ വന്ന് പറയില്ലേ, അത്രയും പിമ്പിൾസ് എൻ്റെ ഫേസിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും പിമ്പിൾസ് നമുക്ക് വരും. എന്നാലും അത്രയും ഇങ്ങനെ കട്ടി കൂടി നമ്മുടെ ഫേസിൽ രണ്ട് ഭാഗത്ത് മുഖത്ത് ഫുള്ളി ഇങ്ങനെ കുരുവൊക്കെ വരുമ്പം നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, പുറത്ത് പോകാൻ ബുദ്ധിമുട്ട്. അത്രയും നാളും അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ വന്നിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ കുറച്ച് മടി ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനൊക്കെ നല്ല മടിയായിരുന്നു. കോളേജിൽ പോകാനും ഞാൻ പിന്നെ ലിപ്സ്റ്റിക്ക് പോലും ഇടാറുണ്ടായി. കാരണം എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്നെ ഒരു രസം ഉണ്ടാവില്ല എന്നെ കാണാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്നുള്ള ആ ഒരു തോട്ട് കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഞാൻ തന്നെ കുറച്ച് കാണാൻ തുടങ്ങി. അതിൽ നിന്നും ഞാൻ കുറേ എന്തൊക്കെയോ ചെയ്തു ആ പിമ്പിൾസ് ഒന്ന് മാറിക്കിട്ടാൻ. ആദ്യം ഞാൻ ഓരോന്ന് ചെയ്യും തോറും അതിങ്ങനെ മോശം അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടേഴ്സിനെ പോയി കണ്ടു. അപ്പം അവിടുന്ന് കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് പ്ലസ് മെഡിസിൻസ് എനിക്ക് കിട്ടി. പക്ഷേ ഒരു പരിധി വരെ അത് കുറഞ്ഞു. ആ മെഡിസിൻ ഞാൻ എന്ന് നിർത്തി അപ്പം അതിൻ്റെ ഇരട്ടി കുരു എനിക്ക് വീണ്ടും വരാൻ തുടങ്ങി. എന്നാലും ഞാൻ ആ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ട്സ് ഞാൻ അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കി. കാരണം നമ്മൾ കാര്യം സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് നമ്മൾ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നമുക്ക് പതിയെ പോവാം, ഇത് മാറുമെന്ന് ആ ഒരു ശുഭപ്രതീക്ഷയോടു കൂടി തന്നെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ സ്കിൻ കെയർ, പക്ഷേ മെഡിസിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ മെഡിസിൻ്റെ ഇതുകൊണ്ടൊന്ന് കുറഞ്ഞ് നിന്നതാണ്, അല്ലാണ്ട് പെട്ടെന്ന് എനിക്കൊരു മാറ്റം വന്നതല്ല, എൻ്റെ കുരുവൊന്നും അപ്രത്യക്ഷമായതല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ മെഡിസിൻ നിർത്തി അപ്പം തന്നെ എനിക്ക് കുരു വീണ്ടും വരാൻ തുടങ്ങി. സോ ഞാൻ പിന്നെ പതിയെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി. അതിൽ ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത് ഫേസ് വാഷ് കംപ്ലീറ്റായിട്ട് യൂസ് ചെയ്യൽ നിർത്തി. എനിക്ക് ഓൾറെഡി ഡോക്ടർ ഫേസ് വാഷ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കംപ്ലീറ്റായിട്ട് യൂസ് ചെയ്യൽ നിർത്തി. ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നിർത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചേഞ്ച് ചെയ്യാൻ കണ്ടു തുടങ്ങി. പക്ഷേ എനിക്കറിയാൻ പാടില്ല, പണ്ട് ഞാനങ്ങനെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു. പണ്ട് ഞാൻ മറ്റേ ഹിമാലയയുടെ ഫേസ് വാഷില്ലേ, അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കപ്പോൾ പെട്ടെന്ന് കുരു വന്നു. മേ ബി ചെറുതായിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പുതിയ സാധനം എൻ്റെ സ്കിന്നിൽ പരീക്ഷിച്ചുകൊണ്ട് വന്നതാവാം എന്തോ, എനിക്കത് പെട്ടെന്ന് കുരുവൊക്കെ വരാൻ തുടങ്ങി കൊച്ചിൽ. അതിനുശേഷം നിർത്തി കഴിയുമ്പോൾ അതങ്ങനെ മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഫേസ് വാഷ് ഫേസിൽ പറ്റില്ലെന്ന്. അതേ പിന്നെ ഫേസ് വാഷ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ എപ്പോഴേലും ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സാധനം എടുത്ത് ഉപയോഗിക്കില്ലേ, ഒന്ന് അത്രയും മുഖം മോശമായി മാത്രം ഒറ്റ സമയത്തേക്ക് മാത്രം ഞാൻ അങ്ങനെ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഡെയിലി ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതിന് പകരം ഞാൻ അല്ലാണ്ട് തന്നെ കേർഡ് യൂസ് ചെയ്ത് ഫേസ് കഴുകാറുണ്ട്, പാല് യൂസ് ചെയ്ത് ഫേസ് കഴുകാറുണ്ട്. ആക്ച്വലി മിൽക്കൊക്കെ നല്ലൊരു ക്ലെൻസറാണ്. അപ്പം ഞാൻ അതൊക്കെ യൂസ് ചെയ്താണ് ഫേസ് കഴുകിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് ഞാനങ്ങനെ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഫേസ് വാഷ് നമ്മൾ നിർത്തി. അപ്പം തന്നെ ചെറിയ ചേഞ്ചസ് ആക്ച്വലി എൻ്റെ ഫേസിൽ കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫേസ് വാഷ് എനിക്ക് പറ്റില്ലെന്ന്. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഡോക്ടറിന് തന്നെ ഒരു സൺസ്ക്രീനായിരുന്നു. പക്ഷെ ഞാൻ അത് നിർത്തിയില്ല. അറിയാലോ, സൺസ്ക്രീൻ ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ. അത് ഉപയോഗിക്കണം. ഇപ്പോഴും ഞാൻ ആ സൺസ്ക്രീൻ തന്നെയാണ് കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 8-9 മാസമായി ഞാൻ ആ സൺസ്ക്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഷോർട്സൊക്കെ നോക്കിയാൽ അറിയാം, ആ ഒരു സൺസ്ക്രീനെ പറ്റി ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാനോ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ആ
കുറേ ആയുർവേദ സാധനങ്ങളൊക്കെ ഇട്ട് നോക്കി, പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏക്കമില്ല. ആയുർവേദത്തിൽ നിന്നൊരു മരുന്ന് തന്നു. അവർ പറഞ്ഞ് വയറിളക്കി കഴിയുമ്പോൾ ഇതൊക്കെ പൊക്കോളുമെന്ന്. പക്ഷെ എൻ്റെ പൊന്നെ, ഞാൻ ചത്തുപോയില്ലെന്നേ ഉള്ളൂ. അന്നത്തെ ദിവസം എനിക്ക് ആ മരുന്ന് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് തലകറക്കം, അങ്ങനെ ഭയങ്കര എനിക്ക് പറ്റാണ്ടായിരുന്നു. ഞാൻ ആയുർവേദം അവിടെ നിന്ന് നിർത്തി. ഹോമിയോ ട്രൈ ചെയ്തു. ഹോമിയോ പോയി കാണിച്ചു. പക്ഷേ എനിക്കെന്തോ ഹോമിയോ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ഫേസിലോട്ട് ഏൽക്കില്ലല്ലോ. ഹോമിയോ ഇച്ചിരി പെതിയല്ലേ ബോഡിയിൽ എഫക്റ്റ് ആകത്തുള്ളൂ. സോ എനിക്ക് അത് ട്രൈ ചെയ്യാനുള്ളൊരു പേഷ്യൻസ് ഇല്ലായിരുന്നു. പിന്നെ പെതിയെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സകല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തു. ഒന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കാരണം, എൻ്റെ കോൺഫിഡൻസ് പെതിയെ കുറഞ്ഞു തുടങ്ങി. എന്നുവെച്ചാൽ ഫേസ് വാഷ് ഞാൻ യൂസ് നിർത്തി കഴിഞ്ഞൊരു ഇമ്പ്രൂവ്മെൻ്റ് എൻ്റെ സ്കിന്നിൽ കണ്ടാൽ പോലും സ്റ്റിൽ മുഖം ഭയങ്കര മോശമായി. എല്ലാവരും ചോദിക്കില്ല നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ, എന്തു പറ്റി, ഒരു കുഴപ്പമില്ലാത്ത മുഖത്ത് കണ്ടമാനം ഓരോന്നൊക്കെ വാരി വലിച്ച് തേച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് വന്നത് ഞാൻ ഒന്നും വാരിക്കോരി തേച്ചിട്ടൊന്നുമല്ല. അതെപ്പോഴും ഒരു നിമിഷം എനിക്ക് പെട്ടെന്ന്, മേ ബി ഹോർമോണൽ ചേഞ്ച് എന്താണോ അറിയില്ല, പെട്ടെന്ന് എനിക്ക് ഉണ്ടായതാണ് ആ ഒരു പിമ്പിൾസും കാര്യമൊക്കെ. ബട്ട് എന്തോ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അത് വന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് തോന്നിയൊരു ടീനേജ് എമേർജിങ് അഡൾട്ട്ഹുഡ് സ്റ്റേജിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമാണ്. പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി ആൺകുട്ടികൾക്കും ഉണ്ടാവും. എസ്പെഷ്യലി പക്ഷേ ഇതൊക്കെ ഇച്ചിരി ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഹോർമോൺസ് ഇങ്ങനെ ആടി ഉലയുന്നൊരു ഇത് കൂടുതലുള്ളത് പെൺപിള്ളേർക്കാണ്. സോ അതുകൊണ്ട് ഗേൾസിന് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അതൊക്കെ നിർത്തി. പിന്നെ ഞാൻ സ്വന്തമായി ഞാൻ തന്നെ എനിക്കൊരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തു തുടങ്ങി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് എൻ്റെ സ്കിൻ എനിക്ക് എൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് കിട്ടിയത്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നു, നിറയെ പാടുകളാണ്. പക്ഷേ ഇപ്പോൾ ആ പാടുകൾ പോലും നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി എന്നതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസും ഗൂഗിളിൽ കുറേയൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിയാസിനമൈഡ് സിറം കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഫസ്റ്റ് നിയാസിനമൈഡ് സിറമാണ് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു നിയാസിനമൈഡ് സിറമാണ് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 3 months ഒക്കെ ആയി. ഇതെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ പറയും. കാരണം ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തു, എന്തൊക്കെ ഉപയോഗിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ എന്ന് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ടാണ് എൻ്റെ ഫേസിൽ കണ്ടോ നല്ല ചേഞ്ച് ഉണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ പഴയ പിക്ക് വല്ലതും ഉണ്ടെങ്കിൽ, എൻ്റെ പഴയ അവസ്ഥയുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. പക്ഷേ ഫോട്ടോസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ല വീഡിയോസിലും കാണും, എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ടൈം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഫോട്ടോസ് എടുക്കുന്നത് കുറഞ്ഞു, വീഡിയോസ് എടുക്കുന്നത് കുറഞ്ഞു, ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തെളിവുകൾ കാണാൻ ഭയങ്കര കുറവായിരിക്കും. എന്നാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആരുടെയെങ്കിലുമൊക്കെ കയ്യിലായിട്ട് കാണും. ഞാൻ അത് എടുത്ത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഞാൻ എടുത്ത് വെച്ചിരുന്നു ഫോട്ടോസ്. പക്ഷേ പിന്നീട് കാണുമ്പോൾ എനിക്കത് കാണുമ്പോൾ സങ്കടം വരും. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. എന്നാലും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നിയാസിനമൈഡ് സിറത്തെ പറ്റിയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ 10% യൂസ് ചെയ്താണ് തുടങ്ങിയത്. കാരണം എനിക്കറിയില്ലായിരുന്നു, ഞാൻ നോക്കി. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു വിശ്വാസത്തിൽ എൻ്റെ സ്കിന്നിലധികം ഈ ഫേസ് വാഷ് ഒഴിച്ച് ബാക്കി എന്ത് യൂസ് ചെയ്താലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇന്നേ വരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നിയാസിനമൈഡ് യൂസ് ചെയ്താലും ആക്ച്വലി 10% അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒരിക്കലും 10% യൂസ് ചെയ്ത് തുടങ്ങല്ല. 2% തൊട്ടുള്ള നിയാസിനമൈഡ് ഉണ്ട്. സോ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒന്ന് ട്രൈ ചെയ്യുക. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഈ 10% യൂസ് ചെയ്തിട്ട്. ആക്ച്വലി ഇറ്റ് വർക്ക്സ് വെൽ. എൻ്റെ സ്കിന്നിൽ അത് നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ
എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നവർ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ 2% വെച്ച് യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ പിന്നെ വാരിക്കോരിയൊന്നും ഒഴിക്കേണ്ട, ഒരു ശകലം ആ ഒരു ഫില്ലറിലെടുത്ത് ശകലം ഫേസിൽ തൊട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്ട്സാണ്. ആദ്യം ഞാൻ ഫേസ് സാധാ പോലെ വാഷ് ചെയ്യും, എന്നിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യും. ടോണർ പോലെ ഞാൻ യൂസ് ചെയ്തതെന്ന് വെറും റോസ് വാട്ടർ മാത്രമാണ്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ പുറകെ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഞാൻ ഡോട്ട് ആൻഡ് കെയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. മോർണിംഗ് സ്കിൻ കെയറിൽ അതും, നൈറ്റ് ആകുമ്പോൾ ഞാൻ അലോവേറ ജെല്ലുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോയ്സ്ചറൈസറായിട്ട്. അത്രയും മാത്രം. പിന്നെ പുറകെ സൺസ്ക്രീനും ഇടും. അപ്പോൾ അത് മാത്രമായിരുന്നു എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. ഈ ഒരു നിമിഷം വരെ ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എൻ്റെ സ്കിൻ ഫോൺ ലൈറ്റിങ് കുറഞ്ഞായിരുന്നല്ലേ, സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല. എൻ്റെ ഈ സെറം ഇപ്പോൾ തീരാറായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം. ഇതിന് 599 കിടക്കുന്നത്. പക്ഷെ ഞാനിത് ആ റേറ്റിനല്ല വാങ്ങിയത്. ഒരു 300 സംതിങ്ങിനെന്തോ ഞാൻ ഓഫർ വന്നപ്പോൾ വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് നിയാസിനമൈഡ് സിറമാണ് എന്നെ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്തിരുന്ന സ്കിൻ കെയറും കാര്യങ്ങളും ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിറം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ 10% വെച്ച് യൂസ് ചെയ്ത് തുടങ്ങല്ല, 2% വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഒരു സെറത്തിൽ കണ്ടൻ്റായിട്ട് വരുന്നത് മാറ്റ്മറൈൻ, സിങ്ക്, അസിറ്റൈൽ ഗ്ലൂക്കോസമീനാണ്. സ്കിന്ന് ഈവൻ ടോൺ ആക്കും, അതുപോലെ തന്നെ ആക്നെ മാർക്സൊക്കെ പോവും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം. ആക്ച്വലി അതങ്ങനെ തന്നെയാണ്. എനിക്കങ്ങനെ വർക്കായി. എല്ലാവരുടെയും സ്കിന്നിനും അനുസരിച്ചുള്ള സെറവും കാര്യങ്ങളും വേണം യൂസ് ചെയ്യാൻ. എൻ്റേതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്, അതിലിത് നന്നായിട്ട് വർക്ക് ചെയ്തു. ചില സമയത്ത് ഭയങ്കര ഓയിലി ആയിട്ട് കാണാം, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു കോമ്പിനേഷൻ ഏരിയയിലാണ് എനിക്ക് കൂടുതലായിട്ടും ഓയിലും കാര്യങ്ങളും വരിക. അപ്പം എന്തായാലും എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഈ നിയാസിനമൈഡ് എന്നെ എന്തുമാത്രം എൻ്റെ ഒരു ആക്നെ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തു എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോടത് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.